ശരി കൂട്ടുകാരെ, ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പച്ചക്കറികളെക്കുറിച്ചാണ്. പച്ചക്കറികൾ എല്ലാവരും കഴിക്കുമല്ലോ, ദിവസവും കഴിക്കണം. കാരണം അതിലൊരുപാട് പോഷകാഹാരങ്ങളാണെന്ന് തന്നെ പറയാം. ഒരുപാട് പോഷകങ്ങളുണ്ട്, വിറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആരോഗ്യം കൂടി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒരുപാട് ഉപയോഗിക്കുന്ന പച്ചക്കറികളെ നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഭംഗി, എങ്ങനെയുണ്ട്, അതിൻ്റെ നിറം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കിയേ, ഏതായി പച്ചക്കറിന്ന്? അതെ, തക്കാളി അല്ലേ. തക്കാളി ചുവന്ന് തുടുത്ത് നല്ല ഭംഗിയുള്ള തക്കാളി. തക്കാളി നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കും അല്ലേ. തക്കാളി ഇല്ലാതെ കറിയില്ല എന്ന് തന്നെ പറയാം. ശരി, അടുത്തത് ഏതാ? അടുത്തത് ക്യാരറ്റ്. നോക്കിയേ, ക്യാരറ്റ് നമുക്ക് പച്ചയായിട്ടും കഴിക്കാം, അല്ല കറി വെച്ചിട്ടും കഴിക്കാൻ പറ്റും. ചിലവർ ക്യാരറ്റിനെ കൊണ്ട് ഹൽവ അടക്കം ഉണ്ടാക്കുന്നുണ്ട്, ക്യാരറ്റ് ഹൽവ അല്ലേ. നല്ല ഭംഗിയാ, അതുപോലെ തന്നെ നല്ല സ്വാദുള്ളൊരു പച്ചക്കറിയാണെന്ന് പറയാം. അടുത്തത് ഏതാന്ന് നോക്കിയേ, ബീട്രൂട്ട് ചുവന്ന് ഒരുപാട് സത്തുള്ള ഒരു പച്ചക്കറിയാണെന്ന് പറയാം. ബീട്രൂട്ട് ചുവന്ന്, ചിലവർ പറയും ബീട്രൂട്ട് കഴിച്ചാൽ നല്ല കളർ വെക്കും. ബീട്രൂട്ടിനെ കൂടെ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും? തോരൻ ഉണ്ടാക്കും, കറി ഉണ്ടാക്കും. മാത്രമല്ല അതിനെക്കൊണ്ട് ബീട്രൂട്ട് ഹലുവ പോലും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അടുത്തത് നോക്കിയേ, ഒരു കറി ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് ഏറ്റവും പ്രധാനമായതാണ് സവാള, അല്ലെങ്കിൽ ഉള്ളി എന്നും നമ്മൾ പറയും. ഉള്ളി തന്നെ വലിയ ഉള്ളിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ചെറിയ ഉള്ളിയുണ്ട്, സാമ്പാർ ഉള്ളിയുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറയാം. ഉള്ളി മുറിക്കുമ്പോഴാണ്, അതായത് സവാള മുറിക്കുമ്പോഴാണ് എല്ലാവരും വീട്ടിലുള്ളവർ കരയുക. കാരണം അതിൻ്റെ എരിവ് കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞ് ഉള്ളി മുറിക്കുന്നത് കാണാം അല്ലേ, സവാള മുറിക്കുന്നത് കാണാം. ശരി, അടുത്തത് ഏതാ? പച്ചമുളക് കാണാൻ അത്രയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര എരിവാണ്. കറിക്ക് എരിവ് കൂട്ടാനാണ് പച്ചമുളക് ഉപയോഗിക്കുന്നത്. ബജ്ജിയിൽ പച്ചമുളക് ഉപയോഗിക്കും. എന്തൊക്കെ എല്ലാത്തിനും പച്ചമുളക് ഉണ്ടാകണം. സ്വാദ് വരണമെങ്കിൽ പച്ചമുളക് വേണ്ട, എരിവുള്ളത്. അതെ, അടുത്തത് എന്താ? ഉരുളക്കിഴങ്ങ് അല്ലേ. ഉരുളക്കിഴങ്ങ് കണ്ടിട്ടില്ലേ? ഉരുളക്കിഴങ്ങ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ, ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ നിന്നാണ് എടുത്തിട്ട് വരുന്നത്. ഉരുളക്കിഴങ്ങ് ഭയങ്കര പോഷകമുള്ളൊരു ആഹാരമാണ് ഉരുളക്കിഴങ്ങ്. അതിനെക്കൊണ്ട് ബജ്ജി ഉണ്ടാക്കും നമ്മൾ, ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട ഉണ്ടാക്കും. സാമ്പാറിൽ കാണാമല്ലോ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ. കൂടുതൽ കുട്ടികളും സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റിവെച്ച് ചോറും കറിയും മാത്രം എടുത്ത് കഴിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാ പഴവർഗ്ഗങ്ങളും, എല്ലാ അതിലുള്ള സാമ്പാറിലിട്ടിട്ടുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കണം നിങ്ങൾ. അതിലാണ് ഉരുളക്കിഴങ്ങുള്ളത്. അടുത്തത് എന്താണ്? മുരിങ്ങ അല്ലേ. മുരിങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മുരിങ്ങൻ്റെ കറി, മുരിങ്ങ സാമ്പാറിലാണ് മുരിങ്ങ ഏറ്റവും കൂടുതൽ ഇടുക. ഞങ്ങൾ എല്ലാവർക്കും മുരിങ്ങ ഇഷ്ടമാണ്. മുരിങ്ങൻ്റെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മുരിങ്ങൻ്റെ ഇലയും നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. മുരിങ്ങ ഇല കറി വെച്ചിട്ട് കഴിച്ചിട്ടില്ല എല്ലാവരും. അത്രയും പോഷകമുള്ളൊരു പഴവർഗ്ഗങ്ങളാണെന്ന് പറയാം. ഇതെല്ലാം പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഇനി മുതൽ കഴിച്ചു തുടങ്ങണം. ഒരാളും ഭക്ഷണം കഴിക്കുമ്പോൾ സാധനങ്ങളൊന്നും ഒഴിവാക്കാണ്ട് കഴിക്കണം. അതാണ് ഞാൻ ഇത് പറഞ്ഞു തരാനുള്ള കാരണം. അടുത്തത് എന്താണെന്ന് നോക്കിയേ, ഇഞ്ചി. എന്താണത്? ഇഞ്ചി വെറുതെ കഴിക്കാൻ പറ്റില്ല, പക്ഷെ കൂടുതലും വയറുവേദനയുടെ സമയത്തൊക്കെ ഞങ്ങൾ ഇഞ്ചി കടിച്ചു വെക്കാൻ പറയും. ഇഞ്ചി നീര് ഇറക്കിയാൽ വയറുവേദന പോകും. അങ്ങനെ എല്ലാത്തിനും ഓരോ രോഗത്തിനെയും ശമിപ്പിക്കാനുള്ള കഴിവ് ഓരോ പഴവർഗ്ഗത്തിനും ഉണ്ട്. അപ്പോൾ ഇഞ്ചി. അത് അടുത്തത് എന്താണ്? വെളുത്ത ഉള്ളി അല്ലേ. വെളുത്ത ഉള്ളി കറികളിൽ ഉപയോഗിക്കും നമ്മൾ, വെളുത്ത ഉള്ളി. അടുത്തത് എന്താണെന്ന് നോക്കിയേ, അടുത്തതാണ് പാവയ്ക്ക. ഭയങ്കര കയ്പ്പാണ്, കഴിക്കാൻ പറ്റില്ല. പച്ചക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല.
കറിയിൽ വെച്ചാലും കഴിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 100 മടങ്ങ് ജാസ്തിയാണ്. പാവയ്ക്കനെ കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണെന്നറിയാം മാറ്റിവെക്കുന്ന ശരീരത്തിൽ നിന്ന്. പാവയ്ക്കെല്ലാം എങ്ങനെയും കഴിക്കണം. അത് ഞങ്ങൾ വറുത്ത് കഴിക്കുന്നുണ്ട്, കറി വെച്ച് കഴിക്കും അല്ലേ പാവയ്ക്ക. അടുത്തത് നോക്കിയേ, വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയ്ക്ക് വേറൊന്ന് പറയും, ഇംഗ്ലീഷിൽ ലേഡീസ് ഫിംഗർ എന്ന് പറയും വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക നമുക്ക് സാമ്പാറിൽ കാണാം, കറികളിൽ വെക്കും. വെണ്ടയ്ക്ക പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് അല്ലേ വെണ്ടയ്ക്ക. അടുത്തത് എന്താ നോക്കിയേ, അടുത്താണ് പടവലങ്ങ. പടവലങ്ങ കണ്ട നീളത്തിലുള്ള പടവലങ്ങ, പച്ച കളറ്. അതും ഞങ്ങളെല്ലാ കറികളുണ്ടാക്കാനും ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഇതാ നോക്കിയേ, വെള്ളരിക്ക. വെള്ളരിക്ക അതിൻ്റെ വാക്കുകൾ പറയുന്നത് പോലെ തന്നെ അത് വെള്ളത്തിൽ ഒരുപാട് വെള്ളാംശമുള്ള ഒരു പച്ചക്കറിയാന്ന് പറയാം. പച്ചയായിട്ട് നമുക്ക് കഴിക്കാം, കറിയിൽ ഉപയോഗിക്കും. ചിലർ വെള്ളരിക്ക കട്ട് ചെയ്ത് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൂടുതലും ബ്യൂട്ടി പാർലറിൽ പോയി കാണാം. ആ വെള്ളരിക്ക അത്രയും ശരീരത്തിന് ഉള്ളിലും കഴിക്കാനും നല്ലതാണ്. ശരീരത്തിൽ അത് വെച്ച് മുഖത്തൊക്കെ തേക്കുന്നതും നല്ലതാണ്. എല്ലാം ഞാൻ പറയുന്ന എല്ലാ പച്ചക്കറികളും എല്ലാം കൊണ്ട് ഒരു മനുഷ്യന് പോഷകം മാത്രം തരുന്ന ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. അടുത്തത് എന്താണെന്ന് നോക്കിയേ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണത്. എന്താണ്? കോളിഫ്ലവർ. പേര് പോലെ തന്നെ നല്ല പൂ പോലെ ഉണ്ട് കാണാൻ അല്ലേ, മഞ്ഞ കളറ്. എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മളതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും? ഏറ്റവും കൂടുതൽ അത് പൊരിക്കുക ചെയ്യാൻ. എല്ലാവർക്കും വറുത്തെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ അല്ലേ. അടുത്തത് എന്താ നോക്കിയേ, ക്യാബേജ്. ക്യാബേജ് ഒരുപാട് നിറങ്ങളിലുണ്ട്. വയലറ്റ് കളറിലുണ്ട്, പച്ച കളറും മഞ്ഞ കളറിലെല്ലാം ഉണ്ട്. അത് ഇല പോലെയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഒരുപാട്. അടുത്തെന്താന്ന് നോക്കിയേ, ചീര. ചീര ഒരുപാട് നിറത്തിൽ ചീര ഉണ്ട്. പച്ചയിൽ ചീര ഉണ്ട്, ചുവപ്പ് ചീരയുണ്ട്, സിലോൺ ചീരയുണ്ട്. ഒരുപാട് ഇനങ്ങളിൽ ചീരകളുണ്ട്. ചീരകൾ കണ്ണുകൾക്ക് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, നമ്മളുടെ ഞരമ്പുകൾക്ക്, ചോര, എല്ലാത്തിനും നല്ലതാണ് ചീര. ചീര ഒന്നും ഒരിക്കലും ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണെന്ന് പറയാം അല്ലേ. അടുത്തതായി നോക്കാൻ പോകുന്നത് വഴുതിനിങ്ങ. വഴുതിനിങ്ങ അത്ര ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല, പക്ഷേ വഴുതിനിങ്ങക്ക് ഒരുപാട് പോഷകം ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വഴുതിനിങ്ങ എല്ലാവരും കഴിക്കണം കേട്ടോ. അടുത്തത് കാണാൻ പോകുന്നത് ബീൻസ്. ബീൻസ് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പച്ച നിറത്തിലാണ്, നീണ്ട് നല്ല ഭംഗിയാണ് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ബീൻസ്. അടുത്തതായി പറയാൻ പോകുന്നത് കൂണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, വെള്ള കളറ്. അത് ശരിക്കും പൂപ്പലാണ്. ഒരു പൂപ്പലിൻ്റെ ഒരു ഇനമാണ് കൂണെന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കൂണുകളും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിൽ വിഷമുള്ളതുമുണ്ട്, വിഷമില്ലാത്തതുമുണ്ട്. വിഷമില്ലാത്തത് നമ്മളുടെ ശരീരത്തിന് നല്ലത് ആയിട്ടുള്ള കൂണുകളാണ് നമ്മൾ കഴിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് പച്ചക്കറികളെ പറ്റി നോക്കിയിട്ടുണ്ട് അല്ലേ. അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് ശരീരത്തിൽ എത്രത്തോളം നല്ലതാണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ എല്ലാവരും ഇനി മുതൽ പച്ചക്കറികൾ നല്ലോണം കഴിക്കണം. ഓക്കെ, ഇപ്പം ഞങ്ങൾ പച്ചക്കറികളെ പറ്റി നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടെസ്റ്റ് വെക്കാൻ പോവാം. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് ഞാനൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ ഫോട്ടോ തരും. അപ്പോൾ ആ ഫോട്ടോയിൽ ഏത് പച്ചക്കറിയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് പറഞ്ഞു തരണം. ഞാൻ ചെറിയ ക്ലൂവും തരാം. അപ്പോൾ തുടങ്ങാം. ശരി, ആദ്യത്തെ പിക്ചർ നോക്കുക. എന്തിൻ്റെ ഫോട്ടോ ആണ്? ഏത് പച്ചക്കറിയുടെയാണ്? ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പച്ചയായിട്ടും കഴിക്കാം, അതിനെ കൂടെ നമ്മൾ ഹൽവ ഉണ്ടാക്കും. അതെ, ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ്. അടുത്തത് ഏതാ നോക്കിയേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷമുള്ളതുകൊണ്ട് വിഷമില്ലാത്തതുകൊണ്ട്. ഇതൊരു പൂപ്പൽ മാതിരിയാണ്, പക്ഷേ ഏറ്റവും നല്ലതും ശരീരത്തിന് ഒരു കുഴപ്പവും വരാത്ത രീതിയിലുള്ളത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അതെ, കൂണ് അല്ലേ. എന്താ അത്? കൂണ്. അടുത്തത് നോക്കിയേ, ചുവന്ന് തുടുത്ത
അതില്ലാണ്ട് കറികളെ വെക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു. അതെ, തക്കാളി. ചെറിയ പുളിപ്പുണ്ടാവും. അടുത്തത് നോക്കിയേ, ഒന്ന് പറഞ്ഞേ. പച്ചമുളക് അല്ലേ? പച്ചമുളക്. അടുത്ത് നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കയ്പുള്ള അല്ല ചവർപ്പുള്ളൊരു ഭക്ഷണ സാധനമാണിത്. പാവയ്ക്ക അല്ലേ? എന്തത്? പാവയ്ക്ക. അടുത്തത് എന്താന്ന് നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞു വയറുവേദനയൊക്കെ കുറയും. അതിൻ്റെ നീര് കഴിക്കാൻ പറയും എല്ലാവരും വയറുവേദന കുറയാൻ. അതെ, ഇഞ്ചി. എന്താണത്? ഇഞ്ചി. ശരി, അടുത്തത്. ഇത് നമ്മൾ ഭക്ഷണത്തിലിടുന്ന സംഭവമാണ് അല്ലേ? എന്താണത്? വെളുത്തുള്ളി. എന്താണത്? വെളുത്ത ഉള്ളി. ശരി, അടുത്ത നോക്കിയേ. കറികൾ ഇതില്ലാണ്ട് നടക്കില്ല. ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇത് കുറച്ചെങ്കിലും ഇടണം. അതെ, സവാള അല്ലെങ്കിൽ ഉള്ളി എന്നും പറയും. ശരി, അടുത്തത്. നീളത്തിലുള്ള നമ്മളെ സാമ്പാറിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ എന്താണത്? മുരിങ്ങ അല്ലേ? എന്താ അത്? മുരിങ്ങ. അതെ അതെ, കറക്റ്റ്. ഇതിനെ വേറൊരു ഇതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുരിങ്ങൻ്റെ ഇലയും നല്ലതാണെന്ന് അല്ലേ? അടുത്തത് നോക്കാം. ഇത് ഇലവർഗത്തിൽപ്പെട്ടതാ. എന്താണത്? ചീര അല്ലേ? ചീര. അതിൽ നിറങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ചുവപ്പ് ചീരയും പച്ച ചീരയും ഒക്കെ ഉണ്ട് അല്ലേ? ശരി, അടുത്തത് എന്താ? ഞാൻ പറഞ്ഞിട്ട് ഇത് കഴിച്ചാൽ നിറം വെക്കുമെന്ന് ചിലവർ പറയും, പക്ഷെ സത്യമാണ് കേട്ടോ. അതെ, ബീട്രൂട്ട്. ശരി, അടുത്തത്. ഒന്നാലോചിക്കുക എന്താ ഇതെന്ന്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇംഗ്ലീഷിൽ അതിന് ലേഡീസ് ഫിംഗർ എന്നും പറയും. വെണ്ടയ്ക്ക. അതെ, വെണ്ടയ്ക്ക. അടുത്ത് നോക്കിയേ, നീണ്ടിട്ട് പച്ച കളറായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും കറികളെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. പടവലങ്ങ അല്ലേ? പടവലങ്ങ. ഇത് നോക്കിയേ, എന്താ അവിടെ ഉള്ളതെന്ന്. അതെ, വഴുതനങ്ങ അല്ലേ? വഴുതനങ്ങ. ശരി കൂട്ടുകാരെ, എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ദിനചര്യകളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളെ നോക്കി അതെല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചു. അതിൻ്റെ ടെസ്റ്റിലും എല്ലാവരും 100 out of 100 വാങ്ങി തന്നെ പറയാം.